ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത് കുഞ്ഞിമത്തിയാണ്. കുഞ്ഞിമത്തി എങ്ങനെ കറി വെക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും സവാള ചേർത്ത ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ടത് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നല്ല വേഗത്തിൽ അത് മൂത്ത് കിട്ടും. ഏകദേശം ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. തക്കാളിയും നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. തക്കാളിയും ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മല്ലിപ്പൊടിയും ഇനി ഇവ മൂന്നും വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാലും മതി. പിന്നീട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുടംപുളിയാണ്. ഇവിടെ കുടംപുളി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുടംപുളിയാണ് ഇവിടെ കറിയിൽ അധികം ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മൂടി കൊണ്ട് അതടച്ച് വെക്കുക. ഇപ്പോൾ അരവ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിമത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെക്കുക. ഏകദേശം മീൻ കറി റെഡിയായിട്ടുണ്ട്. ഞാൻ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.